നമുക്കിത് പണിയാനുള്ളത് ഒരു ആഞ്ഞിലിയാണ്. ആഞ്ഞിലിയുടെ ശിഖരം ഇറക്കണം. അപ്പോൾ ഒരു സൈഡിൽ വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കമ്പ് തൂക്കാനുള്ളത് തൂക്കിയും കണ്ടിച്ച് ആ പറമ്പിൽ തന്നെ വീഴാനുള്ളതുണ്ട്. 10-13 കൂടി തേക്കുണ്ടായിരുന്നു. അതാണ് ആ താഴെ കാണുന്നത്. അതൊക്കെ മുറിച്ചിട്ട് ഇനിയുള്ളത് 2-3 കൂടെ ആഞ്ഞിലി. അതിൻ്റെ അകത്ത് ഒരെണ്ണം കമ്പിറക്കിയാലേ വീഴത്തുള്ളൂ. അപ്പോൾ നമ്മളത് പണിയാൻ വേണ്ടി കയറിക്കട്ടെ. ഒരുപാട് കമ്പ് ചരിഞ്ഞ് കയറാൻ പറ്റാത്ത രീതിയിലാണ് കിടക്കുന്നത്. പിന്നെ അവിടെ ഇവിടെ എല്ലാം കയറി ഒരു കമ്പ് കയറി ഇറക്കേണ്ടി വന്നു. ബാക്കി കമ്പുകളൊക്കെ കണ്ടിച്ച് ആ പറമ്പിൽ തന്നെ വീഴുന്ന അവസ്ഥയായി. നല്ല ചരിവാണ്. 2 ശിഖരമുണ്ട്. 2 ശിഖരത്തിൽ ഒരു 10-20 കമ്പ്. അതും പോയി കണ്ടിച്ച് താഴെ ഇട്ടു. എന്താ വിഷമം? ഇനി അപ്പുറത്ത് നീ എന്തോ വലത്തെ സൈഡിൽ ഒരു കമ്പ് കൂടെ ഉണ്ട്. ഇനി ഇതേ നിറങ്ങണം. അത് പണിയാണ്. അതിൽ കയറാൻ വന്നപ്പോഴാണ് നമ്മൾ കാണുന്നത് ഒരു സൈഡ് 2-3 നടന്നിട്ട് നേരത്തെ എന്തോ കമ്പങ്ങാണ്ട് ഒടിഞ്ഞു പോയി കേടായതാണ്. അപ്പം അങ്ങനെ കേട് പിടിച്ചിരിക്കുന്ന ഒരു കമ്പ് കണ്ടോ, കയറിപ്പോയതാ. കണ്ട് അവിടെ പോയി താഴെയും പോയി. അപ്പുറത്ത് വാഴ. പക്ഷേ നമുക്കത് മൊത്തത്തിൽ വെട്ടിയിടാൻ പറ്റത്തില്ല. പിടിച്ചാൽ തന്നെ വരത്തില്ല. കാരണം അത് അപ്പുറത്തെ വാഴക്കകത്തോട്ടാണ് ചരിഞ്ഞ് നിൽക്കുന്നത് കമ്പ്. എന്നിട്ടും നമ്മളത് കമ്പിറക്കിയിട്ട് അത് എങ്ങനെ പിടിച്ചാലും അത് ചരിഞ്ഞേ വീഴത്തുള്ളൂ. നമ്മൾ നിൽക്കുന്നിടത്തോട്ട് ചോടും വരും. അപ്പോൾ അതുകൊണ്ട് അതിനായിട്ടുള്ള രീതിയിൽ മുറിക്കാൻ പറ്റുമോ? ചരിഞ്ഞ കിടക്കുവാണ്. നേരെ നിൽക്കുവാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് കയറി. ഈ ചരിഞ്ഞങ്ങ് നിൽക്കുക കമ്പ്. ഇതിലോട്ട് ഇനിയും കയറണം. നല്ല ഹൈറ്റുണ്ട്. ആ കവറിൽ തന്നെ 10-35-40 അടി ഹൈറ്റുണ്ട്. തടിയേ ചക്കയൊക്കെ താഴെ പോകാതെ അതിൻ്റെ കവളിൽ തന്നെ ഇരിക്കുമോ. അറിയാൻ പറ്റത്തില്ല. അതേപോലെ നമ്മൾ മഴയില്ലായിരുന്നു. അതിൻ്റെ കൂടെ പ്രശ്നം വെയിലങ്ങ് കൂട്ടിക്കാൻ നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ലത്. ഈ ഒരു കമ്പ് മാത്രമേ നമ്മൾ കയറെ തൂക്കിയുള്ളൂ. അത് കറക്റ്റ് വാഴയ്ക്കകത്തായിരുന്നു. 10 കൂടി വാഴയെങ്കിലും പോയി. അങ്ങനെ മേളിൽ വന്നു. 3-4 കമ്പുണ്ട്. മട അങ്ങോട്ടാണ് വെച്ചത്. എന്നിട്ട് നമുക്കത് റിസ്ക് ഉള്ളതുകൊണ്ടാണ് പിടുത്തം ഈ സൈഡിലോട്ട് പിടുത്തം നിർത്തിയതിന് ഇറക്കി വിട്ടത്. മടപ്പൂടും അങ്ങനെ സൈഡിൽ വെച്ച് കൊടുത്തു. കാരണം കമ്പ് ഒത്തിരി ചരിഞ്ഞ് അപ്പുറത്തോട്ടാണ് കിടക്കുന്നത്. വിശ്വാസത്തിൽ പുറത്ത് കണ്ടിട്ട് വിട്ടത്. പക്ഷേ കണ്ട സൈഡ് ചരിഞ്ഞാൽ പോയി. പക്ഷേ അത് കറക്റ്റ് പറമ്പിൽ തന്നെ അടുത്ത കമ്പ് കണ്ടിച്ചപ്പോഴാണ് പോയ പോക്ക് പോയി. ഭാഗ്യത്തിന് അവിടെ ഇരുന്ന ഷെഡും കാര്യങ്ങളൊന്നും പോയില്ല. പക്ഷേ അത് വീണത് ആ സൈഡിലെ നെറ്റും ഒന്ന് ചളക്കിക്കൊണ്ടാണ് വീണത്. വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല. ഭാഗ്യമുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ. അങ്ങനെ പണി കഴിഞ്ഞ് താഴെ ഇറങ്ങി. വിഷ്ണു മാത്രമേ ഉള്ളായിരുന്നു താഴെ കയറി പിടിക്കാൻ. അവനും അതൊക്കെ പിടിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. എന്നാലും കുഴപ്പമില്ല. ആ ഷീറ്റൊന്ന് ചളങ്ങി. അതവൻ ചവിട്ടി നോക്കുക. വേറെ കുഴപ്പമൊന്നുമില്ല. കമ്പി ഊരിട്ട് പുതിയ പോയി കിടക്കുന്നുണ്ട്. എല്ലാം ഭംഗിയായിട്ട് മുറിച്ചിട്ട് അത് ലാസ്റ്റ് വന്നിട്ട് പണിയൊന്നും. അപ്പോൾ ശരി.